ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിയിലെ രാഷ്ട്രപതിയുടെ റഫറൻസ് തിരിച്ചയക്കണമെന്ന് കേരളം. റഫറൻസ് നിലനിൽക്കില്ലെന്ന് പ്രഖ്യാപിക്കണമെന്നും കേരളം സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. വിവരങ്ങളുമായി ഡൽഹി നിവേശ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എന്തൊക്കെ കാര്യങ്ങളാണ് സംസ്ഥാനം കേരളം സുപ്രീം കോടതി നൽകിയ അപേക്ഷയിൽ വ്യക്തമാക്കുന്നത്? സംസ്ഥാനം നൽകുന്ന ബില്ലിന്മേൽ ഒപ്പിടാൻ കൃത്യമായ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി, ആ വിധിക്ക് മേലാണ് പ്രസിഡന്റ് രാഷ്ട്രപതി റഫറൻസ് നൽകിയത് കോടതിക്ക്. ആ റഫറൻസിൽ ചൂണ്ടിക്കാണിക്കുന്നത് കോടതിക്ക് ഇത്തരത്തിൽ ഒരു സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ബില്ല് പരിശോധനയ്ക്ക് വെക്കുന്നതും അതേപോലെ തന്നെ ഒപ്പിടാതെ ആവശ്യമെങ്കിൽ പരിശോധനയ്ക്കായാണ് നീട്ടിവെക്കുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനമായും രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് നൽകിയ റഫറൻസ്. ഈ റഫറൻസ് അംഗീകരിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ കേരളം ആവശ്യപ്പെടുന്നത്. റഫറൻസ് രാഷ്ട്രപതിക്ക് തന്നെ തിരിച്ചയക്കണം, അതിന് സുപ്രീം കോടതി അധികാരം ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിക്ക് മുന്നിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതി എന്നാൽ ഇതിന്മേൽ ഇതുവരെയായിട്ടും മറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഹർജി അത് മാറ്റിവെച്ചിരിക്കുകയാണ്. തുടർന്ന് ഇനി കേരളം മുന്നോട്ട് വെച്ച വാദമുഖങ്ങളോട് സുപ്രീം കോടതി ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ്. ഏതായാലും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ രാഷ്ട്രപതിയുടെ റഫറൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്മേൽ സുപ്രീം കോടതി ഇതുവരെയും നടപടികൾ കൈക്കൊണ്ടിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ കേരളം ഈ റഫറൻസ് മടക്കി അയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നത്. സുരേഷ്, പറഞ്ഞ പോലെ തന്നെ ഈ രാഷ്ട്രപതിയുടെ റഫറൻസ് തിരിച്ചയക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇത് സുപ്രീം കോടതി വിശദമായ തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കും. കാരണം അത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയം കൂടിയാണിത്. അതിനുശേഷമായിരിക്കും സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ കേരളത്തിന്റെ അപേക്ഷയിൽ ഒരു തീരുമാനം അറിയിക്കുക, അല്ലേ? തീർച്ചയായിട്ടും സുപ്രീം കോടതിക്ക് മുമ്പ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിലവിൽ ഈ വിഷയം, അതായത് രാഷ്ട്രപതി സമർപ്പിച്ച റഫറൻസ് അത് അവർ പരിശോധിച്ച് വരികയാണ്. അത് രാഷ്ട്രപതി സമർപ്പിച്ച ആ റഫറൻസിൽ ഭരണഘടനാപരമായ ഏതെല്ലാം ക്ലോസുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഭരണഘടനാ ബെഞ്ച് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നു. ഇതിനുശേഷം മാത്രമായിരിക്കും ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിധി ന്യായങ്ങൾ ഉണ്ടാകുക. അതിനു മുമ്പേ തന്നെ കേരളം ഒരു തടസ്സ ഹർജി എന്ന നിലയിൽ തന്നെയാണ് ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ കേരളവും ഭാഗവാക്കാണ്. കേരളത്തിലും സമാനമായ രീതിയിൽ ബില്ലുകൾ ഒപ്പിടുന്നില്ല എന്നുള്ള പരാതികളും ഹർജികളും നിലനിൽക്കുന്നു. നേരത്തെ തമിഴ്നാടിന് ഉണ്ടായിരിക്കുന്ന വിധി അത് തങ്ങൾക്കും ബാധകമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കേരളം നൽകിയ ഹർജി പിൻവലിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റഫറൻസ് കേസിൽ ഇപ്പോൾ വീണ്ടും കേരളം മുന്നോട്ട് വന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അതായത് റഫറൻസ് തിരിച്ചയക്കണമെന്നുള്ളത് തന്നെയാണ് കേരളം ആവശ്യപ്പെടുന്നത്. അതേസമയം രാഷ്ട്രപതി വ്യക്തമാക്കുന്നത് ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും വിനിയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു റഫറൻസ് നൽകിയത്. കോടതിക്ക് ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറിച്ച് ഇത് ഭരണഘടനാപരമായി ക്ലോസുകൾ പരിശോധിച്ചാൽ അതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും അതിനുള്ള വ്യവസ്ഥകളുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രപതി ഭവൻ നൽകിയ റഫറൻസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാണിപ്പോൾ ഈ ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചു വരുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുക, അല്ലെങ്കിൽ അതിനുശേഷം മാത്രമായിരിക്കും ഈ കേരളം നൽകിയിരിക്കുന്ന കേരളം ആവശ്യം റഫറൻസ് തിരിച്ചയക്കണമോ, അല്ലെങ്കിൽ റഫറൻസിന്മേൽ ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കണമോ, അല്ലെങ്കിൽ ഈ ബില്ല്, അതായത് നേരത്തെ സുപ്രീം കോടതി നടത്തിയ വിധി പ്രസ്താവന അത് റദ്ദാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.